ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലീഫി വെജിറ്റബിൾസിൻ്റെ കാര്യമാണ്. അത് ഡൈജഷന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ മിൽക്കും, അതായത് മിൽക്ക് വൺസ് ഇൻ എ ഡേ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കുക. മിൽക്ക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആവും കഴിക്കാൻ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ, നമ്മൾ പിന്നെ എന്ത് ഫുഡ് കൊടുക്കുമ്പോഴും ഷുഗർ കണ്ടൻറ്റ് അല്ലെങ്കിൽ സോൾട്ട് കണ്ടൻറ്റ് ഒക്കെ നോക്കിയിട്ട് ആ ഒരു കറക്റ്റ് അളവുണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പോഴത്തെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ, മെൻഷൻ ചെയ്ത പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കാരണം പണ്ടത്തെ കാലഘട്ടമല്ല. ഈവൻ നമ്മൾ പണ്ട് പോലും, ഇപ്പം നമ്മൾ പണ്ട് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ നിർത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ. ഈ ഷുഗറും സോൾട്ടും അതൊക്കെ കുറയ്ക്കാൻ നമുക്ക് കുറച്ചൊരു പാടുണ്ടല്ലോ അത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ ഇപ്പോഴേ അത് ട്രെയിൻ ചെയ്തുകൊണ്ട് വന്നാൽ കാരണം കൂടെ പറഞ്ഞിട്ട് വേണം അവർക്ക് എന്തെങ്കിലും അറിയത്തില്ല, നമ്മൾ പറയുന്ന കാരണങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണം എന്നില്ല. എന്നാലും എങ്ങനെയെങ്കിലും പറഞ്ഞെത്തിച്ചിട്ട് വേണം. എന്തായാലും സോൾട്ടൊക്കെ കുറയുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റൊക്കെ കുറയും. അപ്പോൾ അത് ഉള്ള റീസണൊക്കെ ജെന്യുവിനായിട്ട് നമുക്ക് പറയുന്ന റീസൺസ് അവർക്ക് ഉൾക്കൊള്ളണം എന്നില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക. എന്നാലേ അവർക്ക് ഭാവിയിലും അപ്പോൾ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാക്സിമം ഈ ഷുഗറും സോൾട്ട് അവോയ്ഡ് ചെയ്യണതാണ് നല്ലത് ഇപ്പോഴത്തെ കാലത്തിൽ. പിന്നെ നല്ല ഫുഡുകൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുക്കാൻ നോക്കുക. ഫിഷ്, എഗ്, അത് എഗ് വൈറ്റ്. പിന്നെ അവർക്ക് എഗ്ഗിൻ്റെ മറ്റേ യോക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, യെല്ലോ കഴിക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എല്ലാം ബ്രെയിൻ ഡെവലപ്മെൻറ്റും അവർ ഗ്രോത്ത് ഡെവലപ്മെൻറ്റും അവർ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, ഇത്ര സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ശീലിപ്പിക്കുന്ന പോലെ ആയിരിക്കും അവർ മുന്നോട്ടുള്ള ലൈഫിൽ അത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഓവറോൾ എല്ലാം കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെല്ലാം പാരൻസ്, എനിക്ക് അറിയാം, കാരണം ഞാനൊരു അവർ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഞാനൊരു പാരൻ്റ് അല്ല, ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് മീൻസ് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 3 years ഓഫ് പാരൻറ്റിങ് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്കിതറിയാം അതറിയാം എന്നൊക്കെ അവർക്ക് ചിന്തിക്കാം. സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ, അവർ ചിന്തിക്കും, ഉറപ്പാണ്. പക്ഷെ ഞാനിത് ലാസ്റ്റ് വീക്ക് മലയാള മനോരമ സപ്ലിമെൻറ്റിൽ വന്നൊരു ആർട്ടിക്കിളായിരുന്നു ഇത്. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ടിഫിൻ സിലബസ് ചിലർ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഷെയർ ചെയ്യാം അല്ലേ, എനിക്കൊരു കണ്ടൻ്റ് ആവും. അപ്പോൾ എനിക്ക് എന്താ യൂസ്ഫുള്ളായിട്ടിരിക്കും, മെമ്മറൈസ് ചെയ്തിരിക്കും. നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും ഉപയോഗപ്പെടാതിരിക്കത്തില്ല, ചിലവർക്കെങ്കിലും അത് മനസ്സിലാവുമല്ലോ, ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാ കുഞ്ഞുമക്കൾക്കും വെരി ഓൾ ദി ബെസ്റ്റ്. ബിക്കോസ് നിങ്ങളുടെ ഫസ്റ്റ് എന്താ സ്റ്റേജ് ഓഫ് ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഒരു ആയിട്ടുള്ള കാലഘട്ടത്തിലോട്ട് നിങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ വെരി ഓൾ ദി ബെസ്റ്റ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ശരി, ബൈ ബൈ.